സംസ്ഥാനത്ത് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP ബഹിഷ്കരണത്തിൽ വലഞ്ഞ് ആരോഗ്യമേഖല. നാളെ മുതൽ ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കും. ഇപ്പോഴത്തെ സമരം ശരിയല്ലെന്ന മന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ 11 എല്ലാ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പിലും ഡ്യൂട്ടി നിർത്തിവെച്ച് പ്രതിഷേധിക്കാൻ ഡോക്ടർമാർ. തിരുവനന്തപുരം നെടുമങ്ങാട് പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് കുഞ്ഞു മരിച്ച സംഭവത്തിൽ തുടരന്വേഷണത്തിന് ആരോഗ്യവകുപ്പ്. ആരോപണ വിധേയയായ ഡോക്ടർ നിർബന്ധിത അവധി. സംഭവം അന്വേഷിക്കാൻ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘം ഇന്നെത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി വരുന്നത് കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിലെ ജാമ്യ ഹർജിയിൽ. ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും തന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും SIT. ആചാരപരമായ കാര്യങ്ങളിൽ അല്ലാതെ മറ്റൊന്നിലും തന്ത്രി ഇടപെട്ടിട്ടില്ല എന്ന് പ്രതിഭാഗത്തിന്റെ വാദം. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളിൽ പുരോഗതിയെന്ന സൂചന. ക്രിയാത്മക മാർഗനിർദ്ദേശങ്ങളിൽ എത്തിയെന്ന് രണ്ടാം വട്ട ചർച്ചകൾക്ക് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. ആണവ നടപടികൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. സംസ്ഥാനത്ത് റമദാൻ വ്രതാരംഭം നാളെ മുതൽ. ശബാൻ 30 പൂർത്തിയാക്കി റമദാൻ 1 നാളെയെന്ന് ഖാസിമാർ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വ്രതാചരണം തുടങ്ങി. ഇനി ഒരു മാസം വിശ്വാസികൾക്ക് ആത്മസമർപ്പണത്തിന്റെ ദിനങ്ങൾ. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് അവസാന ഗ്രൂപ്പ് മത്സരം. എതിരാളികൾ നെതർലാൻഡ്സ്. സൂപ്പർ 8-ൽ സിംബാബ്വെ, ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് എന്നിവർക്കൊപ്പം ഇന്ത്യ 1-ാം ഗ്രൂപ്പിൽ.